സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്ന് ആ വാർത്തയൊക്കെ അറിഞ്ഞ് ദേവനും യശോദയൊക്കെ ആകെ തകർന്നു പോകുവാണ്. അങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ പ്രിയങ്കയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ദേവനും യശോദയും കൂടി സ്റ്റേഷനിലെത്തുവാണ് കേട്ടോ. അങ്ങനെ ജയിലിൽ സെല്ലുകൾക്കുള്ളിൽ കിടക്കുന്ന പ്രിയങ്കയെ കണ്ട് ദേവനും യശോദയും വല്ലാതെ സങ്കടപ്പെടുവാണ്. അവർ നേരെ എസ് ഐയുടെ റൂമിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ എസ് ഐയോട് കരഞ്ഞപേക്ഷിക്കുവാണ്. സാർ, ഞങ്ങളുടെ മോൾക്ക് ഒരിക്കലും ഞങ്ങളുടെ രാധിക മോളെ കൊല്ലാനായിട്ട് പറ്റില്ല. എന്തോ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണ് സാർ. അവളെ തിരികെ അയക്കണം. അവൾ ഒരിക്കലും ഇത്ര ഒരു ക്രൂരത അവളുടെ ചേച്ചിയോട് കാണിക്കില്ല. ആ വിശ്വാസം എനിക്കുണ്ട് സാർ. അന്നേരം എസ് ഐ പറയണേ, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ്. മാത്രമല്ല പ്രിയങ്കക്കെതിരെ വ്യക്തമായ തെളിവുകളുമുണ്ട്. പ്രിയങ്ക തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ കാണാനായിട്ട് പറ്റില്ല. ദയവ് ചെയ്ത് എൻ്റെ സമയം മെനക്കെടുത്താതെ നിങ്ങൾ ഇവിടുന്ന് പോകണം. അങ്ങനെ എസ്ഐയുടെ വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്ന് സ്റ്റേഷന് മുമ്പിൽ തന്നെ ഇരിക്കുവാണ് ദേവനും യശോദയൊക്കെ. അങ്ങനെ അച്ഛനും അമ്മക്കും പ്രിയങ്കയൊന്നും കാണാൻ പോലും പറ്റിയില്ലെന്നും അവർ പോലീസുകാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ലെന്നും ഒക്കെ ദേവനെ യശോദനെയും വിളിച്ചിരിക്കുമ്പോൾ രാധിക ഈ കാര്യങ്ങളൊക്കെ അറിയുവാണ്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് രാധിക വീണ്ടും കൂടുതൽ സങ്കടപ്പെടുവാണ്. രാധിക അങ്ങനെ വീണ്ടും വരണിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അച്ഛനും അമ്മയും ആ എസ് ഐയോട് കരഞ്ഞപേക്ഷിച്ചു. എന്നിട്ട് അവർ പ്രിയങ്ക വിട്ടയക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അത് കേൾക്കുന്നതും വരുൺ പറയണേ, ഗൂഢാലോചനയും കൊലപാതക ശ്രമമൊന്നും പോലീസുകാരങ്ങനെ വെറുതെ വിടുന്ന കേസുകളെല്ലാം. അന്നേരം രാധിക സങ്കടത്തോട് പറയണേ, അച്ഛനും അമ്മയും അവിടെ പോലീസ് സ്റ്റേഷനിൽ നിരാഹാരം വ്രതം ഇരിക്കുക. അന്നേരം വരുൺ പറയണേ, പാവം അച്ഛൻ, ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടല്ലോ സ്വന്തം മകൾ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന്. അങ്ങനെയുള്ള അദ്ദേഹം ഈ സത്യാവസ്ഥയൊക്കെ തിരിച്ചറിയുമ്പോൾ എങ്ങനെയായിരിക്കും അതൊക്കെ ഉൾക്കൊള്ളാൻ പോകുന്നത്? അത് കേൾക്കുന്നത് രാധിക പറയണേ, അച്ഛനെന്നല്ല ഞാനും ഒന്നും വിശ്വസിച്ചിട്ടില്ല. എനിക്കുറപ്പുണ്ട് പ്രിയങ്കൊരിക്കലും എന്നെ കൊല്ലാൻ ചിന്തിക്കാൻ പറ്റുന്നത്രയും ക്രൂര മനസ്സുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. എന്തോ ഒരു കള്ളത്തരം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അന്നേരം വരുൺ പറയണേ, ഇതിൻ്റെ പിന്നിലെ ഒരു കള്ളത്തരം നടന്നിട്ടില്ല. താനാദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് വരുൺ ഫോണിലുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്ക ആ രണ്ട് ഗുണ്ടകൾക്കും പൈസ കൊടുക്കുന്നതും രാധികയെ കൊല്ലാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അത് വരുൺ രാധികയെ കാണിച്ചു കൊടുക്കുവാണ്. ആ വീഡിയോ കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് രാധിക. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.